ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് കേട്ടില്ല മിസ്റ്റർ ഈപ്പച്ചൻ. ഒരു ഭാഗത്ത് ഈപ്പച്ചൻ തനിച്ച്, മറുഭാഗത്ത് കുന്നേൽ മത്തച്ഛനും കടയാടിക്കാരും. വർഷം 10-15 ഈപ്പച്ച, നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഈ മധ്യമേഖല കിടന്നിങ്ങനെ വെറുതെ തമ്മിലടിക്കുന്നു. ഈ വന്ന കാലമെല്ലാം ജയിച്ചത് മുഴുവൻ ഈപ്പച്ചൻ. ഇവരും കടയാടിയും ഒക്കെ എന്നും തോറ്റുവന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഇവരും തീർത്താത്തില്ലാത്ത വാശിയിലാണ് ഈപ്പച്ച. ഈപ്പച്ചൻ ഇത്തവണ കൂടെ ലേലത്തിന് ഇറങ്ങിയാല് അതിനെന്ത് വില കൊടുത്താലും ശരി കൊമ്പ് കുത്തിക്കുന്ന പ്രതിജ്ഞ ഇവര്. സോ വെറുതെ കൊല്ലിനും കൊലയ്ക്കുമെന്ന് നിൽക്കാതെ വേണ്ടി വന്ന് അതും കൂടി ചെയ്യും ഞങ്ങള്. അവനെ കുട്ടി, ഓ കേട്ടില്ലേ, വല്ലാത്തൊരു ചോരത്തളപ്പിലാ പിള്ളേര്. 10-40 കൊല്ലം ഈ മധ്യ തിരുവിതാംകൂറുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി തീർന്നില്ലേ ഇപ്പറ്റും. ഇനി അതങ്ങ് മതിയാക്കണം. ഇവർക്കൊരു അവസരം കിട്ടട്ടെ. ഈ സഭയുടെ കുഞ്ഞാടുകളിലേ വരും. ഒറ്റപ്ലാമൂട്ടി ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേലാവത് കുട്ടിയുടെ കെട്ടിയോടതള്ള. തിരുമേനി ഈ കുപ്പായം വിട്ടുപോയെങ്കിൽ അവരിപ്പോഴും അവിടത്തേക്ക് കൂടപ്പറന്ന പെങ്ങള് തന്നെ അല്ലയോ. ആ ഇഡിയോട്ടിക് ഈപ്പച്ചൻ, സമുദായത്തിൽ 2 പ്രമാണിമാര് തമ്മില് സ്പർദ്ധ വേണ്ടാന്നേ ഞാൻ കരുതിയുള്ളൂ. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിലേ കള്ളും കള്ളച്ചാരാവും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുളമ്പി നാട്ടുകാരുമ്പ് എറിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ബട്ട് ടു ഇറവറന്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ. നേരെ തിരുമേനി, ഈപ്പച്ചൻ പള്ളിപ്പുറത്ത് പോയിട്ടില്ല. മരം വീട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്ത് എന്ന അപ്പന്റെ ശവനിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്നെന്റെ 10ാമത്തെ പിറന്നാളാ. പനമ്പായ പൊളിഞ്ഞു കിട്ടി 3-ാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കുവാ തിരുമേനി. ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ചാറ്റിയത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് ഹോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവുളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്താടാ നീ തലകുലിക്കല്ലോ. ഇറവറൻസ്, ബഹുമാനക്കുറവ്. ശരിയാ പിതാവേ. ആ പിന്നെ കള്ളു വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം, അതും ഒരു കഥ. 11ാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്നതിന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുളിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തിക്കേറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് തന്നത് പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല, അങ്ങാടി തെണ്ടിപ്പെറുക്കി നടന്നൊരു തള്ളയാ, ഒരു മുഴു പ്രാന്തി. അതിന്റെ സ്മരണയില പിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം. കഴിയില്ല, ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം. കേട്ടോ തിരുമേനി, എന്റെ അപ്പൻ സാഹിബിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബമയവക്കാരൻ കുന്നേമത്തച്ഛന്റെ അപ്പനും പെമ്പളയ്ക്കും ബ്രഹ്മം സാഹിബിന്റെ ബംഗ്ലാവിലാ പണി. നില്ല് പിതാവേ. തിരുമേനി എന്നതാടാ 2ാമത് ഇംഗ്ലീഷിൽ പറഞ്ഞു? ഔട്ട്സ്പോക്കൺ. എന്നതാ ഔട്ട്സ്പോക്കൺ? സ്പോക്കൺ അല്ലടാ, സ്പോക്കൺ, ഔട്ട് സ്പോക്കൺ. ആ അത് തന്നെ. അതിന്റെ കുറവ് ഈപ്പൻ സഹിച്ചോളാം. കേട്ടോ തിരുമേനി, കർത്താവിന്റെ കാര്യത്തിനും അതെ, കള്ള് കച്ചവടത്തിനും അതെ. എനിക്കൊരു മെത്താച്ചിന്റെ ഇടതന്നെ വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ.